ലവ് ജിഹാദ് മാത്രമല്ല ലാൻഡ് ജിഹാദും ബിസിനസ് ജിഹാദും നടക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ. ആരോപണം അസംബന്ധമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. കേരളം ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ തുരുത്താണെന്ന് M സ്വരാജ് പറഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ ക്രൈസ്തവ സഭകളുടെ ആശങ്ക BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു നേരിട്ടെത്തി സഭാ നേതൃത്വങ്ങളുമായി ആശയവിനിമയത്തിന് ശ്രമിച്ചത്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കോഫി വിത്ത് കിരൺ റിജിജു പരിപാടിക്ക് ചുരുക്കം സഭാപ്രതിനിധികൾ മാത്രമേ എത്തിയിരുന്നുള്ളൂ. ദുഃഖവെള്ളി ദിനമായതിനാൽ പുരോഹിതർക്ക് പങ്കെടുക്കാനാവാത്ത സാഹചര്യമായിരുന്നു. ക്രൈസ്തവ സഭകൾ ഇക്കാര്യം BJP നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതേസമയം FCRA ക്രൈസ്തവരുടെ മാത്രം പ്രശ്നമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ക്രൈസ്തവരുടെ മാത്രം ഒരു വിഷയമായിട്ട് ഞങ്ങൾ അതിനെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടുത്തെ FCRAയുടെ സാമ്പത്തിക വരുമാനങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവരെക്കാളും ഒട്ടനവധി മടങ്ങ് ഈ തുക കൈപ്പറ്റുന്നത് ഇതര സമുദായങ്ങളിൽപ്പെട്ടവരുണ്ട് എന്നുള്ളത് സർക്കാരിൻ്റെ തന്നെ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കായി മാത്രമാണ് ചിലർ കാണുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ സ്വത്ത് ഭാഗമായി വിദേശ സംഭാവന കൂടി ഉപയോഗിച്ചിട്ടായിരിക്കും. പക്ഷെ അതൊന്നും നോക്കാതെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവരുടെ സ്വത്താകെ പിടിച്ചെടുക്കാനുള്ള പ്രൊവിഷനാണ് ഇപ്പം. ന്യൂനപക്ഷങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാനാണ് FCRA ഭേദഗതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടി അവരുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു അവതരണമാണ്. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ FCRA ഭേദഗതി ബിൽ പാസ്സാക്കേണ്ടതില്ലെന്നാണ് BJP നിലപാട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.